പരമാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ഇക്കണ്ട ലോകമെല്ലാം സൃഷ്ടിച്ച സൃഷ്ടിതാവേ, അടിയനെ വീണ്ടെടുത്തു രക്ഷിച്ചിടണേ രക്ഷിച്ചിടണേ. ഇക്കണ്ട ലോകമെല്ലാം സൃഷ്ടിച്ച സൃഷ്ടിതാവേ, അടിയനെ വീണ്ടെടുത്തു രക്ഷിച്ചിടണേ രക്ഷിച്ചിടണേ. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ജന്മം സ്വീകരിച്ചു മനുലോകെ ചെയ്ത സത്യം മറന്നു നീ ജീവിച്ചപ്പോൾ നരകമായി പോയി നരകമായി പോയി. മനുജന്മം സ്വീകരിച്ചു മനുലോകെ ചെയ്ത സത്യം മറന്നു നീ ജീവിച്ചപ്പോൾ നരകമായി പോയി നരകമായി പോയി. നരകത്തെ നീക്കിടുവാൻ അറിവുള്ള ഗുരുവരൻ താൻ മനുജന്മം സ്വീകരിച്ചു ഇഹലോകെ വന്നു ഇഹലോകെ വന്നു. പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ. പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ. ഭക്തന്മാരിൽ വാഴണമേ പരമാത്മാവാകുന്ന പരമഗുരു പാലാഴി ഈ ലോകത്തിൽ സ്ഥാപിച്ച് അതിൽ അധിവാസം ചെയ്ത് ആനന്ദ നടനമാടുന്ന മഹാകാഴ്ച, മഹാ അനുഭവം അത് ഓരോ ഹൃദയങ്ങളിലും സാധ്യമാകത്തക്ക വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന മഹാതാരാസ്തുതി. കഴിഞ്ഞ ആഴ്ച
ഉന്നതമായ മഹാതാരാസ്തുതിയായിരുന്നു. അതിൻ്റെ സമാപനമായിരുന്നു ഞായറാഴ്ച. അനേകം ആളുകൾ സമാപന ചടങ്ങുകൾക്കും പങ്കെടുത്തു. തിങ്കളാഴ്ച അതിൻ്റെ ഒരുക്കം തുടങ്ങിയ സമയം മുതൽ ഞായറാഴ്ച സമർപ്പിക്കുന്ന സമയം വരെ ഉന്നതമായ ഒരവസ്ഥയിൽ ഇപ്രാവശ്യത്തെ താരാസ്തുതി നടത്തപ്പെട്ടു എന്നത് വലിയ ഒരത്ഭുത അനുഭവമായിരുന്നു. എല്ലാ താരാസ്തുതിയും ആനന്ദാനുഭവമാണ്. എല്ലാ തവണയും ഇങ്ങനെ തന്നെ പറയാറുണ്ട് എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ച് ഒന്നും വശക്കേടാക്കി കളയരുത്. താരാസ്തുതിയിൽ, ഈ പ്രാവശ്യത്തെ താരാസ്തുതിയിൽ പങ്കെടുത്തവർ എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തി കണ്ടാക്കും. എന്തിനാണെന്നറിയോ അങ്ങനെ ചോദിച്ചത്? ഇനി നിങ്ങൾ കൈതാത്തിട്. ഈ താരാസ്തുതിയിൽ ഞാൻ ഈ പറഞ്ഞ പ്രകാരം ആനന്ദാനുഭവമായിരുന്നു എന്ന് പരിപൂർണമായി സമ്മതിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കണ്ട. ആദ്യം ആ പങ്കെടുത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയോ? ബാക്കിയുള്ളവർ വിചാരിക്കും എല്ലാവരും കൈ പൊക്കിയില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ല, എനിക്കറിയാം എത്ര പേര് പങ്കെടുത്തുന്നു, ഏത് വിധത്തിലാണ്. കാരണം ഇതൊക്കെ പരസ്പരം ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെയുള്ള അനുഭവ സാക്ഷീകരണമൊക്കെ നടത്തുന്നത്. ഏതായാലും ആദ്യം മുതൽ അന്ത്യം വരെ ഉന്നതമായ ഒരു ആനന്ദാവസ്ഥയിൽ ഇതെല്ലാം നടത്തിത്തന്ന മഹാശക്തിയെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. പിന്നെ ഏറ്റവും പ്രത്യേകതയായി ഇപ്രാവശ്യം കണ്ട മറ്റൊരു കാര്യം, വലിയ രോഗാവസ്ഥകളൊന്നും ആർക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ താരാസ്തുതിക്ക് വരുമ്പോൾ രോഗം വരുമെന്നല്ല, കൂട്ടുചേർന്ന് എല്ലാവരും കൂടി ഇങ്ങനെ സഹകരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരാൾക്കൊരു പനിയുണ്ട്, എല്ലാവർക്കും കിട്ടും. അങ്ങനെ സംഭവിക്കാറുണ്ട് മിക്കപ്പോഴും. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയൊന്നും വലിയ രോഗബാധകളൊന്നും ഉണ്ടാവാതെ ശാന്തമായി തന്നെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാ വിധത്തിലുമുള്ള ഒരു ക്രമീകരണം ഈശ്വരൻ നടത്തി നമ്മളെ ആനന്ദിപ്പിച്ചു എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. പിന്നെ അവതരിപ്പിക്കപ്പെട്ട അറിവുകൾ, ഈശ്വരൻ്റെ തിരുനാവിൽ നിന്ന് ഉതിർന്നു വീണ കീർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ താരാസ്തുതിയിൽ അങ്ങനെ പാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഉന്നതമായ അവസ്ഥയിൽ കീർത്തനങ്ങൾ പാടുകയും ജ്ഞാനാമൃത പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്ത് ജന്മാന്തര ജ്ഞാനോപദേശം വീണ്ടും വീണ്ടും ഇങ്ങനെ ധ്യാനിച്ച് നവാക്ഷരി മന്ത്രം ഉച്ചരിച്ച് അങ്ങനെ കുളിർമയേറി 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 ഉയർന്നിരുന്ന ഹൃദയങ്ങളിലേക്ക് പുതുക്കമാർന്ന പല വ്യവസ്ഥകളും അവതരിപ്പിക്കപ്പെട്ടു എന്നതും താരാസ്തുതിയുടെ വലിയ പ്രത്യേകതയായിരുന്നു. വിശിഷ്ടമായ അറിവുകൾ ഇപ്രാവശ്യത്തെ താരാസ്തുതിയിൽ ലഭിച്ചു എന്ന് സമ്മതിക്കുന്നവരും ഒന്ന് കൈയുയർത്തി കണ്ടാക്കും. ഇതെല്ലാം ഉന്നതമായ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെ സാക്ഷീകരിച്ച് നന്ദിപ്പെടുക എന്നുള്ളത് ഇതിൽ പങ്കെടുത്തവരുടെ ഒരു വലിയ കടമയാണ്. അത് എല്ലാവരും മൈക്ക് വെച്ചിപ്പം സാക്ഷ്യപ്പെടുത്താൻ പറ്റുകയില്ലല്ലോ. എങ്കിലും ഒരു വാക്കുകൊണ്ട് പലർക്കും പറയാം. അവിടെ ദക്ഷിണ വെച്ച് പോകുന്ന സമയത്ത് പറയാം, പ്രാവശ്യ സ്തുതി ഇങ്ങനെ പോലെ ആയിരുന്നു, അടിയന് വലിയ സന്തോഷം, നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ അതും ഒരു സാക്ഷിയാണ്, അവർ നന്ദിപ്പെടലാണ്. പിന്നെ ഈ അറിവിൽ കൂടി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ അനുഭവിച്ചു, നമ്മുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ ഇതെല്ലാം അറിയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ പുറമേ ഇങ്ങനൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണല്ലോ ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ അവിടെ ഒന്ന് സാക്ഷീകരിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. വലിയ വിശദമായിട്ട് ഓരോന്നും പറഞ്ഞങ്ങ് സമയം കളയാനല്ല, ഒരു വാക്ക് എന്നെ പോലെ ഇപ്രാവശ്യം താരാസ്തുതിയിൽ ഇത്രയും സുഖം ദൈവം തന്നല്ലോ, നന്ദിയുണ്ട് ഭഗവാൻ എന്നൊരു വാക്ക് പറയുമ്പോൾ അതൊരു പ്രത്യേകതയാണ്. എൻ്റെ സന്താനങ്ങൾ ഇത് തിരിച്ചറിയുന്നു എന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ അത് വലിയ സന്തോഷം ഉണ്ടാകും ഹൃദയത്തിൽ. അങ്ങനെ ഉള്ളം കുളിർപ്പിക്കുവാൻ വേണ്ടിയാണ് സന്താനങ്ങൾ ലോകത്തിൽ ജീവിക്കേണ്ടത്. തിരുവുള്ളം കനിഞ്ഞു അനുഗ്രഹിക്കുമ്പോൾ ആനന്ദം കാണുന്നുണ്ടെന്നിൽ, സദാ ആനന്ദം കാണുന്നുണ്ടെന്നിൽ. അങ്ങനെ ജന്മമെടുത്തു വന്ന് ഉടലോടുകൂടി വാഴുന്ന ഗുരുവിൻ്റെ തിരുവുള്ളം പ്രസാദിക്കത്തക്ക വിധം മനസ്സാ വാചാ കർമ്മണ ജീവിക്കുക എന്നുള്ളതാണ് ശിഷ്യപരമ്പരകളുടെ ലക്ഷ്യം ആയിത്തീരേണ്ടത്. അതുകൊണ്ട് ആ വിധത്തിൽ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കുക.
ഉന്നതമായ ഒരു ഞായറാഴ്ച വീണ്ടും ഒരുക്കിയിരിക്കുന്നു. ഇന്ന് ലോകവാസികൾ ഏറ്റവും കൂടുതൽ ആചരിക്കപ്പെടുന്ന ഒരു ദിനമാണ്, മഹാശിവരാത്രിയാണ്. അതിന് ആന്തരികമായ അർത്ഥതലങ്ങളൊന്നും അറിയില്ലെങ്കിലും പലരും പല വിധത്തിലുള്ള ആചാരങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് ശിവരാത്രി പ്രത്യേകമായ ഒരു ആചരണം ആത്മബോധോദയ സംഘത്തിലില്ല. എന്നാൽ ശരീരപ്രകാരം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ശിവരാത്രി ദിനങ്ങളിൽ അങ്ങനെ അറിഞ്ഞുകൊണ്ടല്ല, അല്ലാതെയും അനേകം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പൂർവാശ്രമത്തിൽ എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും മാതാപിതാക്കൾ, അതിൽ മാതാവിൻ്റെ മാതാവും പിതാവും കടന്നുപോയത് ശിവരാത്രി ദിനത്തിലാണ്. പിതാവിൻ്റെ മാതാവ് കടന്നുപോയതും ശിവരാത്രി ദിനത്തിലാണ്. നമ്മളെ സംബന്ധിച്ച് അത് പ്രാധാന്യമില്ലെങ്കിലും അവരാ അവസ്ഥയിൽ ജീവിച്ചു വന്നിരുന്നവരാണ്. അതിൻ്റെ നടുവിലാണ് ആത്മബോധോദയ സംഘത്തിലേക്ക് വന്നതും ഇതിനെ വിശ്വസിച്ചതും ആശ്രയിച്ചതുമൊക്കെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ ഓരോ ദിവസത്തിലും നമുക്കുണ്ട്. എല്ലാ അനുഭവങ്ങളും ദൈവം തരുന്നതാണ് എന്ന് നിശ്ചയിക്കുമ്പോൾ ഒരിടത്തേക്ക് മതി നമ്മുടെ ആരാധന, ആദർശത്തിൽ മതി നമ്മുടെ ബന്ധം, ഒറ്റ വിചാരത്തിൽ മതി നമ്മുടെ ജീവിതം. അങ്ങനെ ഗുരുവിനെ ചിന്തിച്ചും ഗുരുവിനെ അറിഞ്ഞും ഗുരുവിനെ ആശ്രയിച്ചും ഗുരു തത്വം അറിഞ്ഞ് ജീവിതം ചെയ്യുവാൻ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ ഒരാരാധന, ഇതിൽ കൂടി അനുഗ്രഹീതരാകുവാനും ആനന്ദിക്കുവാനും ഈശ്വരൻ നിങ്ങളെല്ലാം പ്രത്യേകം കരുതുമാറാകട്ടെ. തിരുവടി പാതേ അടിയനെ ഇരുത്തി ഓരോരോ തേൻമൊഴി ഓതി, ഓരോരോ തേൻമൊഴി ഓതി. പ്രത്യക്ഷമായി നിന്ന് ആത്മാവിൽ ആനന്ദം നൽകുന്ന അവസരമാണ് അവതാര വാഴ്ചക്കാലം. ആ അനുഭവത്തിലേക്ക് ആത്മാവിനെ എത്തിക്കുന്ന കാലമാണ് അവതാരകാലം. ആനന്ദം അനുഭവിക്കുവാനാണ് ആത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആനന്ദത്തിൽ നിന്നാണ് ആത്മാവ് അങ്കുരിച്ചത്. ഈ സൃഷ്ടിലോകത്തിലേക്ക് അയച്ചത് ഈ ആനന്ദത്തോടുകൂടി തന്നെ തിരികെ എത്താൻ വേണ്ടിയാണ്. എന്നാൽ നരകത്തെ ഉപാധിയാക്കി സൃഷ്ടിച്ച ഈ നരലോകത്തിലേക്ക് വന്നപ്പോൾ ഇതിൽ കാണുന്ന കാഴ്ചകളെയും ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും ഒക്കെ ബന്ധിച്ച് മനുഷ്യൻ അവനവനെ അറിയാതെ അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തി എന്നതാണ് വാസ്തവം. അപ്പോ ബന്ധിച്ചിരുന്ന നിഷ്കളങ്കാവസ്ഥ അന്യമായി പോവുകയാണ്. ഏൽപ്പിച്ചയച്ച നിയമങ്ങളൊക്കെ തകിടം മറിയുകയാണ്. ആ ദൈവത്തിന് മുമ്പിൽ ചെയ്ത സത്യ
സത്യപ്രതിജ്ഞ മറന്നുപോവുകയാണ്. ദൈവത്തിനു മുമ്പാകെ ചെയ്ത സത്യപ്രതിജ്ഞ മറന്നുപോവുക. തിരുഹിതം ചെയ്ത് തിരികെ എത്തിക്കൊള്ളാമെന്നതാണ് സത്യപ്രതിജ്ഞ. തിരുഹിതം ചെയ്ത് തിരികെ എത്തിക്കൊള്ളാം എന്നുള്ളതാണ്. അതെല്ലാം മറന്നുപോവുകയാണ്. അങ്ങനെ എല്ലാം മറന്ന്, ബ്രഹ്മത്തെ മറന്ന്, ബ്രഹ്മകർമ്മങ്ങളെ മറന്ന്, ബ്രഹ്മരൂപം മറഞ്ഞ് ആത്മാവ് അന്ധതയിൽ ആണ്ട് കിടന്നപ്പോൾ ആ അന്ധകാരത്തെ മാറ്റുവാനുള്ള ദിവ്യജ്ഞാനവുമായി അവതാരം താണിറങ്ങി വന്നു. അവതാരമായി ഗുരു അവതാരമായി അവതാരമായി ഗുരു അവതാരമായി അറിയേണ്ടതറിയിപ്പാൻ അവതാരമായി അറിയേണ്ടതറിയിപ്പാൻ അവതാരമായി അവതാരമായി ഗുരു അവതാരമായി അറിയേണ്ടതറിയിപ്പാൻ അവതാരമായി അറിയിക്കുന്നറിവാകും പരമാത്മാവ് അറിയിക്കുന്നറിവാകും പരമാത്മാവ് അറിയേണ്ടതറിയിപ്പാൻ അവതാരമായി അറിയിക്കുന്നറിവാകും പരമാത്മാവ് അറിയിപ്പാൻ അവതാരമായി അറിയുന്ന അറിവാകും ജീവാത്മാവ് അറിയുന്ന അറിവാകും ജീവാത്മാവ് അറിയേണ്ടതറിഞ്ഞെന്നും ജീവിക്കണം
ചെയ്യൂ. ഒന്നായി തല്ലെന്നും വാഴ്ച ചെയ്യൂ.
വാഴുന്നത് കൊണ്ടാണ് ഈ ആനന്ദം അനുഭവിക്കുവാൻ കഴിയുന്നതെന്ന് പൂർണ്ണ സമ്മതമുള്ളവരെന്ന് കൈയടിച്ചു കേട്ടാൽ. അപ്പോ ആനന്ദം അനുദിനം അനുഭവിപ്പാൻ അങ്ങനെ ആഗ്രഹവും ആർത്തിയും ആ വിശ്വാസമുള്ളവരെല്ലാം ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കണം. നമ്മളിവിടെ വലിയ ആഘോഷങ്ങളും വലിയ വിഭവസമൃദ്ധമായ സദ്യയൊന്നും അല്ല ഒരുക്കിയിരിക്കുന്നത്. 2 ദിവസവും വൈകുന്നേരം ഒരു സേവയുണ്ട്, ഒരു സമ്മേളനമുണ്ട്. അത് ആ ബാഹ്യമായി നമ്മൾ ഒരുക്കിയിരിക്കുന്ന കാര്യം. ബാക്കിയെല്ലാം നമ്മുടെ ആത്മീയമായ ചടങ്ങുകളാണ്. 3 ദിവസവും രാവിലെയും വൈകിട്ടും ഒരു ആശ്രമ പ്രദക്ഷിണം. 3 ദിവസവും രാവിലെ വൈകിട്ട് ഒരു ആശ്രമ പ്രദക്ഷിണം. അത് കഴിഞ്ഞാൽ മുഴുവൻ സമയവും സ്തുതിയാണ്. ആ സ്തുതിയിൽ ബന്ധിക്കുവാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കൈയുയർത്തിക്കണ്ട. എല്ലാവരും അതേ ഈ ആവേശത്തോടുകൂടി എത്തിച്ചേരുവാൻ ഞാൻ അറിയിക്കുകയാണ്. അപ്പോ ലോകവശാൽ ചില കാര്യങ്ങൾ നമ്മൾ ഒരുങ്ങുന്നുണ്ട്. നമ്മുടെ വിശേഷാലുള്ള ചില വ്യക്തികളെ എത്തിക്കുവാൻ വേണ്ടി. മകീരൻ ജന്മനക്ഷത്രത്തിന്റെ സമ്മേളനത്തിൽ എത്തിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പൊ അത് പ്രധാനമായുള്ള വ്യക്തിയുടെ പേര് ഇതുവരെയും നമുക്ക് അനുവദിച്ചു കിട്ടിയില്ല. വാക്കുകൊണ്ട് കിട്ടിയെങ്കിലും അത് പൂർണ്ണമായും അംഗീകരിച്ച ഒരു അനുവാദമല്ലായിരുന്നു. അതിന് ചില തടസ്സങ്ങളൊക്കെ ഉള്ളതായിട്ടും അതിന് സാധ്യതകൾ കുറവായിട്ടും ഒക്കെ പറയുന്നെങ്കിലും ഇതുവരെയും പൂർണ്ണമായി പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് നോട്ടീസിൽ പേര് വെക്കാനും വയ്യ, വെക്കാതിരിക്കാനും വയ്യാത്ത അവസ്ഥ. എന്നാൽ നമുക്ക് മകീരത്തിന് നല്ലൊരു ആൾ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നോട്ടീസ് ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷേ ഈ നോട്ടീസ് നിങ്ങൾ സ്വീകരിക്കുന്ന നോട്ടീസാണോ? ഞാനിവിടെ 3 ദിവസവും ജന്മനക്ഷത്ര സ്തുതിയുണ്ട്. അപ്പോ ആത്മനാഥൻ ലോകത്തിൽ വാണിരുന്നെങ്കിലേ എൻ്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കുവാനും സുഖം പകരുവാനും സാധിക്കുകയുള്ളൂ എന്ന് പരിപൂർണ വിശ്വാസമുള്ള ആത്മബോധോദയ സംഘാംഗങ്ങളെ നിങ്ങൾ എത്തിച്ചേർന്ന് സ്തുതി നടത്തുക. ആ വ്യക്തിയെ ഞാനിപ്പോൾ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല. കാരണം അത് സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമുക്കിപ്പോൾ കേരളത്തിൽ വലിയ പ്രകമ്പനമുണ്ടാക്കിയ മഹാകുംഭമേള നടത്തിയ ആനന്ദവനം ഭാരതി എന്ന സന്യാസവര്യൻ മഹാമണ്ഡലേശ്വർ അദ്ദേഹം നമ്മുടെ സമ്മേളനത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ പല വിശിഷ്ട വ്യക്തികളും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ച ആ സ്വാമി പോരെ ഉദ്ഘാടനത്തിന്, അത് ഈശ്വരൻ തീരുമാനിക്കട്ടെ, എങ്ങനെയാ നടക്കുന്ന വെച്ചാൽ നടക്കട്ടെ. പക്ഷേ അതിനേക്കാൾ അല്പം കൂടി ഉയർന്ന ഒരാളിനെ തീരുമാനിച്ചിട്ടുണ്ട്. ഈശ്വര നിയോഗം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമല്ലോ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും അതുകൊണ്ട് മറ്റു പോരായ്മയൊന്നുമില്ല. ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. ഈ നോട്ടീസ് ഇന്ന് നിങ്ങളുടെ കയ്യിൽ തരണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല എന്നുള്ള ഒരു കുറവേ ഉള്ളൂ. അപ്പൊ കയ്യിൽ തരുന്ന നോട്ടീസിന് പകരം ഞാൻ ഹൃദയത്തിലേക്ക് ഒരു നോട്ടീസ് തരികയാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ആനന്ദം നിറയ്ക്കുന്ന പരമാത്മാവിന്റെ നോട്ടീസ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 24, 25, 26 തീയതികളിൽ നടക്കുന്ന ജന്മനക്ഷത്ര സ്തുതികളിൽ നിങ്ങൾ അതിന്റെ സൗകര്യം അനുസരിച്ച് എല്ലാവരും വന്ന് പങ്കുചേരുക. അതുപോലെ 80ാമത് മകീരം ജന്മനക്ഷത്രത്തിന് പാസാക്കിയ വാർദ്ധക്യകാല പെൻഷൻ ഈ പ്രാവശ്യവും അത് വിതരണം ചെയ്യുന്നുണ്ട്. അർഹരായവരെല്ലാം വന്ന് അത് സ്വീകരിക്കാവുന്നതാണ്.
സമയങ്ങളിലെല്ലാം വന്നത് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ ഈ കാര്യങ്ങളിലൊക്കെ വന്ന് പങ്കുചേരുമ്പോൾ അതുപോലെ ഈ കാര്യങ്ങളിലൊക്കെ വന്ന് പങ്കുചേരുമ്പോൾ നമുക്ക് ധാരാസ്തുതിയാണ് നടക്കുന്നതെങ്കിൽ, നമുക്ക് ധാരാസ്തുതിയാണ് നടക്കുന്നതെങ്കിൽ, ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗം പഠിച്ചിരിക്കണമെന്നുള്ളത് വളരെ നിർബന്ധമാണ്. ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗം പഠിച്ചിരിക്കണമെന്നുള്ളത് വളരെ നിർബന്ധമാണ്. 21 ദിവസത്തെ പരിശുദ്ധ വ്രതം വേണമെന്നുള്ളത് നിർബന്ധമാണ്. 21 ദിവസത്തെ പരിശുദ്ധ വ്രതം വേണമെന്നുള്ളത് നിർബന്ധമാണ്. അച്ചടക്കത്തോടുകൂടി 6 ദിവസം ഇവിടെ കഴിഞ്ഞുകൂടണമെന്നുള്ളത് അതിനേക്കാളും നിർബന്ധമാണ്. അച്ചടക്കത്തോടുകൂടി 6 ദിവസം ഇവിടെ കഴിഞ്ഞുകൂടണമെന്നുള്ളത് അതിനേക്കാളും നിർബന്ധമാണ്. എന്നാൽ ജന്മനക്ഷത്ര സ്തുതിയെ സംബന്ധിച്ച് ഈ സന്നിധാനത്തിൽ വന്ന് അനുഭാവപൂർവം ഈ സംഘടനയെ അംഗീകരിച്ചും ആദർശത്തെ അംഗീകരിച്ചും ജീവിക്കുന്ന ആർക്കും വന്ന് പങ്കെടുക്കാൻ ഞാൻ അനുവദിക്കുകയാണ്. സ്വീകരിക്കുകയും ആദർശത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആർക്കും ഈ ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുക്കുവാൻ അനുവാദം തരുന്നതാണ്. എന്ന് കരുതി അങ്ങ് കയറി ഇറങ്ങിയും അങ്ങനെ അങ്ങ് പോവാനും വരാനും അല്ല, അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളോടുകൂടി ഈ കാര്യത്തിൽ ബന്ധപ്പെടുവാൻ ഞാൻ അനുവദിക്കുകയാണ്. അങ്ങനെ എന്റെ സന്താനങ്ങൾ ഒത്തുചേർന്ന് ജന്മനക്ഷത്ര സ്തുതിയോടുകൂടി 51ാമത് കാർത്തിക ജന്മനക്ഷത്രവും 96ാമത് മകയിരം ജന്മനക്ഷത്രവും ഉന്നതമായി ആനന്ദമായി ജഗദീശ്വരൻ ഏറ്റെടുത്ത് നടത്തുമാറാകട്ടെ. ഉന്നതനാകുന്ന ഗുരു മുമ്പേ നമ്മുടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ ഒരു ഉപാധിയില്ലാതെ ഗുരുവിനെ കാണുവാൻ സാധിക്കുന്നതല്ല. സ്ഥൂലദേഹം ധരിച്ചുകൊണ്ടാണ് സൂക്ഷ്മസ്വരൂപനാകുന്ന ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇതാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ചു 17 വർഷക്കാലം ആടിരുന്ന ശരീരമാണ് മകയിരം നക്ഷത്രമായി നമ്മൾ ആഘോഷിക്കുന്നത്. അതിനു മുമ്പ് പുരാണത്തിലും, അതിനു മുമ്പ് ഉത്രാടത്തിലും, അതിനു മുമ്പ് പൂരത്തിലും വാണിരുന്ന അതേ ശക്തി തന്നെയാണ് ഇന്നിതാ കാർത്തികയിലും വാണിരുന്ന് നിങ്ങളെ ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കൈയടിക്കാം. അങ്ങനെ വാഴട്ടെ വാഴട്ടെ സർവശക്തി ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി. വാഴട്ടെ വാഴട്ടെ സർവശക്തി ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി. ഈ സമ്പൂർണ്ണ ജ്ഞാനം പകർന്നു നൽകാൻ ജ്ഞാനസ്വരൂപനായി വാഴട്ടെ. സമ്പൂർണ്ണ ജ്ഞാനം പകർന്നു നൽകാൻ ജ്ഞാനസ്വരൂപനായി വാഴട്ടെ. ശാന്തി എന്നുള്ളത്തിൽ ദാനം ചെയ്യുവാൻ ശാന്തി സ്വരൂപൻ താൻ വാഴട്ടെ. ശാന്തി എന്നുള്ളത്തിൽ ദാനം ചെയ്യുവാൻ ശാന്തി സ്വരൂപൻ താൻ വാഴട്ടെ. സൽഗുണം എന്നുള്ളിൽ ദാനം ചെയ്യുവാൻ സൽഗുണമൂർത്തി താൻ വാഴട്ടെ. സൽഗുണം എന്നുള്ളിൽ ദാനം ചെയ്യുവാൻ സൽഗുണമൂർത്തി താൻ വാഴട്ടെ. സർവശക്തിയോടിണങ്ങി നിൽപ്പാൻ സർവശക്തി ഭൂവിൽ വാഴട്ടെ. സർവശക്തിയോടിണങ്ങി വാഴാൻ സർവശക്തി ഭൂവിൽ വാഴട്ടെ. സർവശക്തിയോടിണങ്ങി വാഴാൻ സർവശക്തി ഭൂവിൽ വാഴട്ടെ. നിത്യപ്രകാശത്തെ കണ്ടിടുവാൻ സത്യപ്രകാശം താൻ വാഴട്ടെ. നിത്യപ്രകാശത്തെ കണ്ടിടുവാൻ സത്യപ്രകാശം താൻ വാഴട്ടെ.
മഹത്വത്തെ തിരിച്ചറിയുന്ന ആരും, ഉന്നതനാകുന്ന പരമഗുരുവിന്റെ മഹത്വത്തെ തിരിച്ചറിയുന്ന ആരും ഈ നടക്കുന്ന കർമ്മങ്ങളെല്ലാം വന്ന് പങ്കെടുക്കും. അത് പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായും ആനന്ദമായും ഭവിക്കട്ടെ. ഈ നടക്കുന്ന കർമ്മങ്ങളിലെല്ലാം വന്ന് പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് അനുഗ്രഹമായി. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം 10-ാം തീയതി പൂരാടം വരികയാണ്. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം 10-ാം തീയതി പൂരാടം അത് വരികയാണ്. കഴിഞ്ഞാൽ ഉടൻ പൂരത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഉന്നതമായ നിയമജീവിതത്തിലൂടെ ആ രൂപാന്തരപ്പെട്ട ആത്മാവിന്റെ തിളക്കം അതിന്റെ പരിപൂർണാവസ്ഥയിൽ എത്തുന്ന ആ നിലയെ കണ്ടുകൊണ്ട് ഞാൻ ആത്മലോകത്തെ ആനന്ദലോകമായി കണ്ടുകൊണ്ട് സ്തുതിക്കുകയാണ്. ആ നിയമജീവിതത്തിലൂടെ നിങ്ങൾ ഉത്തമന്മാരായി വളർന്നുയർന്നാൽ നിങ്ങൾ ഭഗവാന്മാരും ഭഗവതിമാരുമായി മാറും. സത്യം സത്യം സത്യം. അങ്ങനെ ആക്കി തീർക്കാനാണ് ഞാൻ ഈ ത്യാഗം സഹിക്കുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഗുരുവിനെ മറക്കരുത്. ഗുരു ശബ്ദങ്ങളെ മറക്കരുത്. അരുളിത്തരുന്ന ജ്ഞാനങ്ങളെ മറക്കരുത്. ആദർശത്തെ മറക്കരുത്. ആദർശ കർമ്മങ്ങളെ മറക്കരുത്. അവതാര വാഴ്ചകളെ മറക്കരുത്. ത്യാഗകർമ്മത്തെ മറക്കരുത്. ഒന്നും മറക്കാതെ എന്നും നന്ദിയുള്ളവരായി, എന്നും ഭക്തിയുള്ളവരായി, എന്നും വിനയമുള്ളവരായി, അറിവിൽ അടങ്ങി ഉന്നത ജീവിതം നയിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആപത്തനർത്ഥങ്ങൾ ഒഴിഞ്ഞ് നിത്യാനന്ദത്തിൽ ലയിച്ച് ഓരോ ആത്മാവും രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ സത്യനിയമങ്ങളെ നിങ്ങൾക്കായി ദാനം ചെയ്തിരിക്കുന്നത്. അടിസ്ഥാനമായി നിലനിർത്തിയിരിക്കുന്ന 4 നാൾ ആചാരം 3 നാൾ വിശുദ്ധവ്രതം എന്ന നിയമം ഒരു കാരണവശാലും വിട്ടുപോകാതെ കൃത്യനിഷ്ഠയോടുകൂടി അതിനെ പരിപാലിച്ച് ഓരോ ഹൃദയവും പരിശുദ്ധമാക്കി, അതിൽ കൂടി ഓരോ ഭവനങ്ങൾ പരിശുദ്ധമാക്കി, അതിൽ കൂടി ഓരോ പ്രദേശങ്ങൾ പരിശുദ്ധമാക്കി, അതിൽ കൂടി ഓരോ നാടും പരിശുദ്ധമാക്കി, അതിൽ കൂടി ഓരോ ലോകവും പരിശുദ്ധമാക്കി. അങ്ങനെ 7 ലോകവും കടന്നു വരും ആത്മരൂപത്തിൽ ചേർന്ന് പരമാനന്ദം പ്രാപിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനടിസ്ഥാനമായി നിലനിർത്തിയിരിക്കുന്നത് ഈ സത്യനിയമമാണ്. ഒരു കാരണവശാലും ഇതൊന്നും മറന്നു പോകരുത്. ആത്മലോകത്തെ ആനന്ദലോകമാക്കിക്കൊണ്ട് നടത്തപ്പെട്ട മഹാധാരാസ്തുതി, അതിന്റെ അവർണ്ണനീയമായ അവസ്ഥകൾ, ആനന്ദാവസ്ഥകൾ, മതിവരാത്ത പരമസുഖത്തിൽ ലയിച്ച് ഓരോരുത്തരും ആനന്ദിച്ച സന്ദർഭം, പ്രത്യേകിച്ച് അതിന്റെ സമാപന ദിവസം അത്ഭുതമായ ഒരു കാഴ്ച കണ്ടത്. അന്ന് രാവിലെ വിദേശത്ത് നിന്ന് വന്ന എന്റെ ഒരു അരിമക്കുഞ്ഞ് ഈ സമാപന വേളയിൽ സ്തുതിക്കിരുന്നവരെക്കാൾ ആനന്ദത്തിലാണ് ഞാൻ ഉറഞ്ഞു തുള്ളിയത്. അത് ഒരു കെട്ടുകാഴ്ചയല്ല. അതുള്ളതായ ആനന്ദമായിരുന്നു. അത് ആളിന്റെ പേരും നാളും ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് അനുഭവമാണ്. ആ വിധത്തിൽ ആ താരാസ്തുതിയിലേക്ക് വന്ന് ഒരു നിമിഷം ഒന്ന് ചേരുമ്പോൾ തന്നെ ആനന്ദം അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ സർവശക്തി ഇന്നും പ്രത്യക്ഷമായി നടത്തുന്നു എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. ആനന്ദമേ പരമാനന്ദമേ താരാസ്തുതികളാൽ ആനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ താരാസ്തുതികളാൽ ആനന്ദമേ. ഇങ്ങനെ സർവാത്മാക്കളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് നടന്ന മഹാതാരാസ്തുതി, ദൈവശക്തി ഇപ്രകാരം നടത്തിത്തരുന്ന മഹാകാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള അനുഭവങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം. പലരും പല കാര്യങ്ങളും വന്ന് നേരിട്ട് പറഞ്ഞു. പറയാതെ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പലരും.
ഇതെല്ലാം അറിയുന്ന ശക്തിയാണ് ശുഭാനന്ദ തപോശക്തി. ഇതെല്ലാം അറിയുന്ന ശക്തിയാണ് ശുഭാനന്ദ തപോശക്തി. ഓരോരുത്തരും അനുഭവിച്ച അനുഭവ സുഖത്തെ ഓർത്ത് നന്ദിപ്പെട്ടുകൊണ്ട്, ഓരോരുത്തരും അനുഭവിച്ച അനുഭവ സുഖത്തെ ഓർത്ത് നന്ദിപ്പെട്ടുകൊണ്ട് തിരുമുമ്പാകെ ജീവിതം ചെയ്യുക നന്ദിയായി. അതാണ് ഏറ്റവും പ്രധാനം. തിരുമുമ്പാകെ ജീവിതം ചെയ്യുക നന്ദിയായി. അതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത് മാത്രമല്ല നന്ദി. അല്ലാതെ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത് മാത്രമല്ല, അത് ബാഹ്യമായ ഒരു പ്രകടനം മാത്രമാണ്. നമുക്ക് നന്ദി നിറഞ്ഞുള്ള ജീവിതമാണ് വേണ്ടത്. നന്ദി നിറഞ്ഞുള്ള അകത്തിൽ കണ്ണനെന്നും വാഴുന്നു. നന്ദി നിറഞ്ഞുള്ള അകത്തിൽ കണ്ണനെന്നും വാഴുന്നു. നന്ദി നിറഞ്ഞുള്ള അകത്തിൽ കണ്ണനെന്നും വാഴുന്നു. കോടാകോടി സൂര്യപ്രഭ ശോഭയായി വാഴുന്നു. കോടാകോടി സൂര്യപ്രഭ ശോഭയായി വാഴുന്നു. അന്ധകാരം ബന്ധിക്കാതെ നിത്യം കരുതി വാഴുന്നു. അന്ധകാരം ബന്ധിക്കാതെ നിത്യം കരുതി വാഴുന്നു. ദോഷദുഃഖം ബാധിക്കാതെ നിത്യം കരുതി വാഴുന്നു. ദോഷദുഃഖം ബാധിക്കാതെ നിത്യം കരുതി വാഴുന്നു. ദോഷദുഃഖം ബാധിക്കാതെ നിത്യം കരുതി വാഴുന്നു. ആപത്തുകൾ മാറ്റി എന്നിൽ ആനന്ദമായി വാഴുന്നു. ആപത്തുകൾ മാറ്റി എന്നിൽ ആനന്ദമായി വാഴുന്നു. അനർത്ഥമെല്ലാം മാറ്റി എന്നിൽ അനശ്വരനായി വാഴുന്നു. അനർത്ഥമെല്ലാം മാറ്റി എന്നിൽ അനശ്വരനായി വാഴുന്നു. നശ്വരമോഹം മാറ്റി എന്നിൽ ശാശ്വത രൂപൻ വാഴുന്നു. നശ്വരമോഹം മാറ്റി എന്നിൽ ശാശ്വത രൂപൻ വാഴുന്നു. പരലോകത്തെ തെളിയിച്ചെന്നിൽ പരമാനന്ദം വാഴുന്നു. പരലോകത്തെ തെളിയിച്ചെന്നിൽ പരമാനന്ദം വാഴുന്നു. ശാന്തിയായി വാഴുന്നു. ആനന്ദമായി വാഴുന്നു. ശാന്തിയായി വാഴുന്നു. ആനന്ദമായി വാഴുന്നു. ആദിയന്തമില്ലാതുള്ളോരാനന്ദം ഞാൻ കാണുന്നു. ആദിയന്തമില്ലാതുള്ളോരാനന്ദം ഞാൻ കാണുന്നു. ശാന്തിയായി വാഴുന്നു. ആനന്ദം ഞാൻ കാണുന്നു. ആനന്ദമില്ലാതുള്ളോരാനന്ദം ഞാൻ കാണുന്നു. ആദിയന്തമില്ലാതുള്ളോരാനന്ദം ഞാൻ കാണുന്നു. ആദിയന്തമില്ലാതുള്ളോരാനന്ദം ഞാൻ കാണുന്നു.
നന്ദിയോടുകൂടി ജീവിക്കുന്ന ആരിലും ശുഭാനന്ദ രൂപത്തെ കാണാൻ കഴിയും. നന്ദിയോടുകൂടി ജീവിക്കുന്ന ആരിലും ശുഭാനന്ദ ദിവ്യരൂപത്തെ കാണാൻ കഴിയും. നിങ്ങൾ തന്നെ ബാഹ്യമായി ചില കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ തന്നെ ബാഹ്യമായ ചില കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇപ്പോ ഗുരുവിനെയും ഗുരുകർമ്മങ്ങളെയും ചിന്തിക്കുന്നത് ഒരു പ്രത്യേക അവസ്ഥയാണ്. ഗുരുവിനെയും ഗുരുകർമ്മങ്ങളെയും ചിന്തിക്കുന്നത് ഒരു പ്രത്യേക അതല്ലാതെ തന്നെ നമുക്ക് ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, ദുഃഖിതനായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദുഃഖിതയായി നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നമുക്ക് ആവശ്യമായ ധനം തന്ന് സന്തോഷപൂർവ്വം നമ്മളെ സഹായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മഹർഷം വളരെ വലുതാണ്. അദ്ദേഹത്തോട് അടങ്ങാത്ത ഒരു കടപ്പാട് നമ്മളിൽ അങ്ങ് ഉടലെടുക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ആ സഹായിച്ച ആൾ നമ്മളിൽ നിന്നൊക്കെ അകന്ന് മറ്റെവിടെയോ ആണ്, അല്ലെങ്കിൽ ഒരു പക്ഷെ മരിച്ചുപോയി എന്നിരിക്കട്ടെ. ആ സന്ദർഭം നമ്മൾ വീണ്ടും നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ ഇന്നടുത്ത് വെച്ച് ഇന്നതുപോലൊരു ആവശ്യം വന്നു, ഇന്നാരാണ് എന്നെ സഹായിച്ചതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് അടങ്ങാത്ത ഒരു നന്ദിയും നമ്മളുടെ ഉള്ളിൽ നിന്നൊരു വിങ്ങലും കണ്ണിൽ നിന്ന് കണ്ണീരും വരും. അങ്ങനെ അനുഭവമായവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നന്ദിപൂർവമുള്ള ആ സ്മരണ അത് എത്ര നിസാരമായ കാര്യങ്ങൾക്കായാൽ പോലും നമ്മളിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗുരുവിന്റെ കർമ്മങ്ങളെ, ഗുരുവിൽ നിന്ന് അനുഭവമായ നന്മകളെ, ഈ മഹാത്യാഗ കർമ്മത്തെ, മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുന്ന മഹാകാരുണ്യത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രത്തോളം നന്മ നമ്മളിൽ ഉയരുകയും ഉന്നതമായ അനുഭൂതി വിശേഷങ്ങൾ നിറയുകയും ചെയ്യും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. തീർച്ചയായും അങ്ങനെ ഉണ്ടാകും. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നന്ദി നിറഞ്ഞുള്ളകത്തിൽ കണ്ണനെന്നും വാഴുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആ നന്ദി നിങ്ങളിൽ എപ്പോഴും നിറഞ്ഞൊഴുകുമാറാകട്ടെ. നന്മ നിങ്ങളിൽ നിറഞ്ഞു പ്രകാശിക്കുമാറാകട്ടെ. തിന്മ പാടെ ഒഴിഞ്ഞു പോകട്ടെ. അന്ധകാരം ഒഴിഞ്ഞു പോകട്ടെ. അജ്ഞാനം ഒഴിഞ്ഞു പോകട്ടെ. വിജ്ഞാന സൂര്യനാകുന്ന ശുഭാനന്ദ ദിവ്യരൂപം പ്രത്യക്ഷമായി നിന്ന് അവതരിപ്പിക്കുന്ന അറിവുകൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരേ ഹൃദയത്തിലും ഒരു വിധത്തിലുള്ള അന്ധകാരം എടുക്കുവാൻ കാരണമില്ല. അങ്ങനെ എടുക്കുവാൻ സാധ്യമല്ല. അങ്ങനെ സാധിക്കരുത്. അതിന് കാരണം ഉണ്ടാകരുത്. ആ വിധത്തിൽ എപ്പോഴും സൂക്ഷിച്ച് ജീവിതം ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നന്ദിയോടുകൂടി വന്ന് ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ദേവികോട് ശാഖാശ്രമത്തിന്റെ ആദർശ കൊടി ഉയർത്തായിരുന്നു. 11-ാം തീയതി പുതിയ കൊടിമരത്തിൽ വാഹന പ്രതിഷ്ഠ നടത്തി. അതിലാണ് ആദർശ കൊടി ഉയർത്തിയത്. ഇന്ന് 2-ാം ദിനമാണ്. ഇന്ന് പ്രകാശയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. നാളെയാണ് വാർഷികാഘോഷം. ഉന്നതമായ എല്ലാം നടക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അത് കുറുമ്പനാടം ശാഖാശ്രമത്തിൽ ഇന്നാണ് ആദർശ കൊടി ഉയർത്തുന്നത്. നാളെയും മറ്റന്നാളുമായി പരിപാടികൾ നടക്കുന്നു. അവിടെ ഇപ്രാവശ്യം ഒരു പുതിയ ജീവത അവര് 2-3 പേർ ചേർന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചു. അതെല്ലാം വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ടുണ്ട്. അതിലാണ് ഇപ്രാവശ്യം ഘോഷയാത്രയ്ക്ക് എഴുന്നള്ളത്ത്. അതും ഈശ്വരൻ സ്വീകരിച്ച് അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ നിലയിൽ ആ കർമ്മങ്ങൾ നടത്തപ്പെടട്ടെ. അതുപോലെ നടക്കാനുള്ള കർമ്മങ്ങളെല്ലാം ഈശ്വരൻ നേരിട്ട് നടത്തട്ടെ. പാമ്പാടിയിലും കവിയൂരിലും ശാഖാശ്രമ പുനർനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നതമായ വിധത്തിൽ അതെല്ലാം പൂർത്തീകരിക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ മഹാദേവാലയത്തിന്റെ മുൻപിലായി, ഈ മഹാദർശത്തിന്റെ വിളംബരമായി ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാഗോപുരം ഏറ്റവും വേഗം അത്
പൂർത്തീകരിക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിന്റെ ഉദ്ഘാടന കർമ്മം ഉന്നതമായ നിലയിൽ നടക്കണമെന്നും ആ വലിയ വലിയ വ്യക്തികളെയൊക്കെ ലോകം അറിയപ്പെടുന്ന വ്യക്തികളെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്തണമെന്നും പലരും എന്നോട് ഇപ്പോൾ തന്നെ അപേക്ഷിച്ചു കഴിഞ്ഞു. അതെല്ലാം അതിൻ്റെതായ വിധത്തിൽ ഈശ്വര തീരുമാനപ്രകാരം നടത്തപ്പെടുവാൻ കാരുണ്യം ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതമായ നിലയിൽ അത് പൂർത്തീകരിക്കപ്പെടട്ടെ. അതിന്റെ എല്ലാ സവിശേഷതകളെയും ഉള്ളുംപുറവുമായി സ്വീകരിപ്പാൻ തക്കവിധം ഒരു തപോഹൃദയത്തെ മഹാശക്തി നമുക്ക് എത്തിച്ചു തന്നു. അതാണ് ഏറ്റവും വലിയ കാരുണ്യം. ആ കാരുണ്യ ഹൃദയത്തെ ആത്മദീപമെന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. മഹാശക്തി ആയുരാരോഗ്യത്തോടുകൂടി നിലനിർത്തുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ കർമ്മികളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ ദിവസം വന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദർശിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുന്ന എന്റെ സന്താനങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ ജന്മനക്ഷത്ര മഹോത്സവത്തിന് വേണ്ടി അവിടെയും ഒരുക്കപ്പെടുകയാണ്. അതാത് രാജ്യത്തെ അവധി ദിവസം അനുസരിച്ച് അത് അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്നതമായും ആനന്ദമായും ജന്മനക്ഷത്ര മഹോത്സവം അവിടെയും നടത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ രാജ്യാന്തരമായി ഇതെല്ലാം ആഘോഷിക്കപ്പെടുന്ന സന്ദർഭം ഇതാ അടുത്തു വരികയാണ്. അങ്ങനെ രാജ്യങ്ങൾ തോറും ആദർശം വളരട്ടെ. ആ രാജ്യങ്ങൾ തോറും സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ. ആത്മബോധോദയ സംഘ സ്ഥാപകൻ ജയിക്കട്ടെ. ആത്മബോധോദയ സംഘ സ്ഥാപകൻ, ആത്മബോധോദയ സംഘ സ്ഥാപകൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ, ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ. ആനന്ദം മതിയെനിക്കാനന്ദം മതിയേ, ആദിനാഥൻ തരുന്നാനന്ദം മതിയേ. ആനന്ദം മതിയെനിക്കാനന്ദം മതിയേ, ആദിനാഥൻ തരുന്നാനന്ദം മതിയേ. ആനന്ദം മതിയെനിക്കാനന്ദം മതിയേ, ആദിനാഥൻ തരുന്നാനന്ദം മതിയേ. Yeah.